അതെ, നമ്മളിന്ന് ഇടുക്കിയുടെ മലമുകളിലാണ് നിൽക്കുന്നത്. എനിക്ക് വളരെ ആഗ്രഹമുള്ള ഒരു സ്ഥലമായിരുന്നു ഇടുക്കിയിൽ വരണം, കാണണം എന്നൊക്കെ ഉള്ളത്. നീ ഇടുക്കിയിൽ വന്നിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇടുക്കിയിൽ ഞാൻ വന്നിട്ടുണ്ട്, കുറെ തവണ വന്നിട്ടുണ്ട്. ഇടുക്കിയിൽ മൂന്നാറില്, കുമളിയില്, വാഗമണ്ണ്, ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. നീ ആദ്യമായിട്ടാണ് ഇടുക്കി അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നീ ഇടുക്കിയിൽ വരുന്നോണ്ടായിരിക്കും അല്ലേ മൊത്തത്തിലൊരു അതെ അതെ, ചേഞ്ച് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നീ മദാമയായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഞാനൊരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴും ഒരുപോലെ ഇരുന്നാ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഒന്ന് കളർ. കഴുത്തിൽ എന്താണ് തൂങ്ങിക്കിടക്കുന്നത്? നിന്റെ കാതിലുണ്ടല്ലോ, നിനക്ക് ചെവി കേൾക്കത്തില്ലേ? അപ്പോ എന്റെ ചെവി കേൾക്കാം. ഓക്കെ, നമുക്ക് ഇന്ന് കുറച്ച് യാത്രയിലേക്ക്, കുറച്ച് ഇടുക്കി യാത്രയിലേക്ക് നമുക്ക് പോവാം. ഇടുക്കിയിലേക്ക് നമ്മളെ എല്ലാരും ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്, നമ്മളെ പ്രേക്ഷകരെല്ലാരും. അപ്പൊ അവരെ നമുക്ക് കുറച്ച് കൂളാക്കാനായിട്ട് നമ്മളിപ്പോ ഓൾറെഡി തണുത്താണ് നിൽക്കുന്നത്, അവരെയും കൂടെ ഒന്ന് തണുപ്പിച്ചാലോ നമുക്ക്? ഈ മലകളും കുന്നുകളും അല്ലേ വളരെ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. കാരണം ഇവിടെ വന്നപ്പോഴത്തേക്ക് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടു തീരുന്നില്ല. ഇടുക്കി എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ പറ്റില്ല. നമ്മൾ കുറെ ദിവസങ്ങൾ ഇവിടെ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇടുക്കിയുടെ വിശേഷങ്ങൾ കണ്ടു തീരാൻ പറ്റുള്ളൂ. ഇടുക്കി അതുപോലെ തന്നെ ഒരു സിനിമയില് ഇടുക്കിയെ വളരെ നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇടുക്കിയിലെ ഭംഗിയും എല്ലാം. ആ മൂവി ഏതായിരുന്നു? മകേഷിന്റെ പ്രതികാരത്തിലെ പാട്ടുണ്ടല്ലോ, നമ്മുടെ പാട്ടുണ്ട് അതില്. അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഭയങ്കരമായിട്ട് ഹിറ്റായ ഒരു പാട്ടാണ്. ഇപ്പോഴും ഒരുപാട് പേര് ഇടുക്കി ഓർക്കുന്നുണ്ടെങ്കിൽ ആ പാട്ടാണ്. ആ പാട്ടിലൂടെയാണ് ഇടുക്കിയുടെ മനോഹാരിത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപാട് പേര് നമ്മൾ എവിടെയും ട്രിപ്പ് പോകണമെങ്കിൽ പോലും ആദ്യം ആ പാട്ട് വരുന്നത് ഇടുക്കിയാണ്. ആ പാട്ട് കേൾക്കുമ്പോഴേ നമുക്ക് ആദ്യം ഇടുക്കിയാണ് ഓർമ്മ വരുന്നത് അല്ലേ? എല്ലാരും ആ ട്രിപ്പ് പോകുന്ന ഇടുക്കിയിലേക്ക് പോവാം. മൂന്നാറ്, അതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ ഇവിടെ. ഇടുക്കിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്ക് അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരു ദിവസം കൊണ്ട് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റില്ല ഇടുക്കിയുടെ വിശേഷങ്ങള്. അതെ, ഇടുക്കി മാത്രമല്ല, നമ്മുടെ ഇവിടെ ആലപ്പുഴ, അതുപോലെ തന്നെ പത്തനംതിട്ട. അതെ അതെ, എന്റെ നാട് പത്തനംതിട്ട. ശബരിമല മാത്രമല്ല, പത്തനംതിട്ട നിരവധി സ്ഥലങ്ങളുണ്ട്. ഇതിന്റെ ഒരു ദിവസം ഇനി പത്തനംതിട്ടയിലോട്ട് കൊണ്ടുപോകും. ആലപ്പുഴ വന്നിട്ടുണ്ടോ? ആലപ്പുഴ ഏറ്റവും നന്നായിട്ടുള്ള, അവിടെ കേറി നമുക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ വരെ ഇഷ്ടമുള്ള ഒരു ഔദ്യോഗിക വാഹനം വരെ. അപ്പൊ ഇടുക്കിയിലെ ഔദ്യോഗിക വാഹനം എന്താണെന്ന് എനിക്കറിയോ? അതെനിക്കറിയില്ല, പക്ഷെ ആലപ്പുഴയിൽ എനിക്കറിയാം. കാരണം അവിടെ കൊതുമ്പോളമാണ്. എന്റെ ചേട്ടൻ അവിടെ നിന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ആ ഒരു ഇതും കൂടെ ഉണ്ട് അവിടെ എനിക്ക്. അത് മാത്രല്ല, ഇടുക്കിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കിയിലെ ആൾക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് അവരുടെ ഔദ്യോഗിക വാഹനമായ ജീപ്പാണ്. അതായത് അവർ കല്യാണത്തിന് പോകുന്നതാണെങ്കിലും അവരുടെ പലചരക്ക് സാധനങ്ങൾ, അതായത് കാർഷിക സാധനങ്ങൾ കൊണ്ടുപോകുന്നതാണെങ്കിലും, പിന്നെ അവരുടെ ആംബുലൻസ് വരെ ജീപ്പാണെന്നാണ് പറയപ്പെടുന്നത്. അല്ല, അത് വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാന് പല വീഡിയോസ് കണ്ടിട്ടുള്ളത്, നമ്മളെ മിക്കവരും യാത്ര അവിടെ പോകണം എന്ന് വിചാരിക്കുന്നത് ജീപ്പിൽ കയറാൻ വേണ്ടിയിട്ടാണ്. അഡ്വഞ്ചർ ട്രിപ്പ് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ജീപ്പിലൊക്കെ നമുക്കിപ്പോ ഈ വഴികളിലൂടെ ട്രിവാൻഡ്രത്തൊക്കെ ജീപ്പിൽ പോവാന്ന് വെച്ചാൽ അത് വലിയൊരിതല്ല, നോർമൽ റോഡ്, ഓൾറെഡി കുണ്ടും കുഴിയൊക്കെയാണ്. അതൊരു അഡ്വഞ്ചർ ട്രിപ്പ് തന്നെയാണ്. പക്ഷെ ഇടുക്കിയിലെ കുണ്ടും കുഴികളിലൂടെ ജീപ്പിൽ പോകുന്ന യാത്ര തന്നെ ഒരു വ്യത്യസ്തമായ യാത്രയാണ്. പ്രകൃതി അതെ, ചെറിയ ഇടവഴികളിലൂടെയും ചെറിയ കുന്നിലൂടെയും ഒക്കെ പോകുന്നത് വളരെ എല്ലാരും ഭയങ്കര ആസ്വദിച്ചു പോകുന്ന യാത്രയും കാര്യങ്ങളും ഒക്കെയാണ്. അതുപോലെ തന്നെ നമ്മളെ ഇടുക്കിയിലായിരുന്ന ഇപ്പം ഒരുപാട് ഹോട്ടൽസ്, അതുപോലെ ഒരുപാട് പേര് വലിയ ഹോട്ടലുകൾ ടെന്റ് കെട്ടി അവിടെ നിൽക്കുക. ആ നേച്ചറിന്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ തന്നെ ഇടുക്കിയിലോട്ട് വരണമെന്നാണ്. ഇത് ഒത്തിരി ടൂറിസ്റ്റുകളാണ് ഇടുക്കിയിലോട്ട് വരുന്നത്. ഈ ടൂറിസ്റ്റുകൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ളവരും ഇടുക്കിയിലോട്ട് എപ്പോഴും വരാനുള്ള ഒരു സ്ഥലമാണ് ഇടുക്കി. നമ്മളിപ്പോ കുറെ നേരം ഇടുക്കിയിലെ കാര്യങ്ങളും പറയുന്നുണ്ട്. നമ്മളെ പ്രേക്ഷകരെ ഇനി ഇടുക്കിയിലേക്ക് അവരെ നമുക്ക് ഇടുക്കിയിലേക്ക് കൊണ്ടുപോയാലോ? അതെ, അത് ഇപ്പൊ ഒരു ജീപ്പിലാണെങ്കിലോ അത് വളരെ നന്നായിട്ടുള്ള യാത്രയായിരിക്കും ജീപ്പിലുള്ളത്. ജീപ്പിലൂടെ നമുക്ക് നമ്മുടെ പ്രേക്ഷകരെയും നമുക്കും ജീപ്പിലൂടെ യാത്ര ചെയ്യാം ഇടുക്കിയിൽ. ഏലച്ചെടികൾ അതിരു പങ്കിടുന്ന കാർഷിക സമൃദ്ധിയുടെ കാഴ്ചകളിലേക്കാണ് ചെമ്മണ്ണാറിലെ 9 ഡ്രൈവർമാരുടെ കൂട്ടായ്മ സഞ്ചാരികളെ ആകർഷിക്കുന്നത്. തോട്ടമേഖലയിലെ ജീവിത നേർക്കാഴ്ചകളിലൂടെ ഒരു യാത്ര. മൂന്നാറിൽ നിന്നും തേക്കടിയിലേക്ക് പോകുന്ന സഞ്ചാരികൾ കൂടുതലായി ചെമ്മണ്ണാർ പാതയിലൂടെ യാത്ര ചെയ്തു തുടങ്ങിയതോടെയാണ് ഡ്രൈവർമാർ ജീപ്പ് സഫാരിക്ക് സൗകര്യമൊരുക്കിയത്.
ഇരുവശത്തും ഏലച്ചെടികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മൺപാതയെ കീഴടക്കിയാണ് ജീപ്പ് കടന്നുപോകുന്നത്. ഏകദേശം 4 കിലോമീറ്ററിലധികം ദൂരമാണ് സഫാരിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാറ്റിൽ നിന്ന് ഇതിലൂടെ ടൂറിസ്റ്റുകളുടെ നല്ല ശതമാനം വരവ് നമ്മുടെ തേക്കടി റൂട്ടിന് ഈ റൂട്ടിൽ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ നാട്ടുകാരും ഡ്രൈവേഴ്സും ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഇങ്ങനെ ഈ ഒരു മല, ഒരു വ്യൂ പോയിൻ്റ് ഞങ്ങൾ കണ്ടുപിടിക്കുകയും അങ്ങനെ ഇതിൻ്റെ ഒരു കുറേ പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ എത്തിച്ചേർന്ന് ഇങ്ങനെ ഒരു പോയിൻ്റ് ഇവിടെ ഉണ്ടാക്കി. അതിമനോഹരമായ ഉദയാസ്തമയ കാഴ്ചകൾ ലഭിക്കുന്ന മലമുകളിലേക്കാണ് സഞ്ചാരികളെ കൊണ്ടുപോകുന്നത്. പുലർച്ചെ മഞ്ഞിൻ്റെ ആവരണമുള്ളതിനാൽ യാത്ര കൂടുതൽ ആസ്വാദകരമാകും. മലമുകളിലെ വറ്റാത്ത ആമ്പൽക്കുളവും ശിലായുഗ കാലഘട്ടത്തെ ജീവിതത്തിൻ്റെ ശേഷിപ്പുകളും സഹ്യപർവ്വത നിരയുടെ വിശാലമായ കാഴ്ചകളുമൊക്കെ മലമുകളിൽ നിന്ന് ലഭ്യമാകും. ഗ്യാപ് റോഡും പൊന്മുടി തടാകവും ചതുരംഗപ്പാറ കാറ്റാടിപ്പാടവും ഹൈറേഞ്ചിലെ കാർഷിക ഗ്രാമങ്ങളുടെ വിദൂര കാഴ്ചയുമൊക്കെയും ഇവിടെ നിന്നും ആസ്വദിക്കാം. ടൂറിസ്റ്റുകൾ കയറി വരുന്നത് ഞങ്ങൾ അവരെ കൊണ്ടുവരുന്നതിൻ്റെ ഏലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ്. 4 കിലോമീറ്റർ ഉണ്ട് അച്ചങ്കടയിൽ നിന്ന് ഇങ്ങോട്ട്. റേറ്റ് 1500 രൂപ റേറ്റാണ് ഞങ്ങളിവിടെ. ഞങ്ങൾ 9 ജീപ്പ് ഡ്രൈവർമാരുണ്ട് ഇവിടെ. ഗ്രാമീണ മേഖലയുടെ ടൂറിസം വികസനം ലക്ഷ്യം വെച്ചാണ് ഡ്രൈവർമാരുടെ കൂട്ടായ്മ ജീപ്പ് സഫാരി ഒരുക്കിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തും തോട്ട ഉടമകളും ഇവർക്കൊപ്പമുണ്ട്. 4 കിലോമീറ്റർ സഫാരിക്കായി ഈടാക്കുന്നത് 1500 രൂപയാണ്. കർഷകരുടെ സഹകരണത്തോടെ കാർഷിക രീതിയുടെ അറിവുകളും സഞ്ചാരികൾക്ക് പകർന്നു നൽകാനും ഇവർ പദ്ധതി ഒരുക്കുന്നുണ്ട്. ഇടുക്കിയിലെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോയത്. ഇനി അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് അടുത്തൊരു ജില്ലയിലേക്ക്, ഈ എപ്പിസോഡിൽ തന്നെ എല്ലാ സ്ഥലത്തേക്കും ഇവരെ കൊണ്ടുപോയാൽ പറ്റില്ല. ഇടുക്കി തന്നെ നമ്മൾ കഴിഞ്ഞിട്ടില്ല. ഇടുക്കിയിലെ ഒരു സ്ഥലം മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇടുക്കിയിൽ ഇനി മറ്റു വിശേഷങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ കേരളത്തിലെ മറ്റു ജില്ലകളും ഉണ്ട്. അപ്പൊ അവിടേക്കല്ല ഇവരെ കൊണ്ടുപോകാം. അതുപോലെ നമ്മളോടൊപ്പം തന്നെ അവരെയും കൊണ്ടുപോകാം. അതെ, അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് കാണുന്നതിനായിട്ട് നിങ്ങൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ എന്നിവയിൽ ഞങ്ങളുടെ അവൈലബിൾ ആണ്. സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആൻഡ്രോയിഡ് ടിവിയിലും പ്ലേ സ്റ്റോറിൽ ഭൂമിക, നീ സ്ട്രീം, സി ഹോം എന്നീ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.